നനഞ്ഞ ടവല് കൊണ്ടിട്ട് ബ്രാഹ്യം ഇങ്ങോട്ട് വന്നേ. എന്താ ഈ നനഞ്ഞ ടവല് കൊണ്ട് ഇങ്ങനെ ബെഡിലിടുന്നു എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ ഞാന് ധൃതിയിലങ്ങ് വെച്ചിട്ടങ്ങ് ഒരു കാര്യം അറിയാവോ പുത്രനൊരു കാര്യം അറിയാവോ? ലോകത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടാകുന്ന വഴക്കുകളിൽ ഇങ്ങനെ നനഞ്ഞ ടവല് കട്ടലിടുന്നതിന് 4 സ്ഥാനമാണ്. ഓക്കെ, അതിന് 1ാം സ്ഥാനത്ത് എത്തിക്കാൻ ശ്രമിക്കരുത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെ കൊണ്ടുവന്ന് ഇടുമ്പോ നിന്റെ ഭാര്യയാകാൻ പോകുന്നവള് പറയേ തള്ളയൊന്നും പഠിപ്പിക്കാൻ കിട്ടാ, ഉമ്മ വല്ലതും പഠിപ്പിച്ചു വിടണമായിരുന്നു എന്ന് പറയും. അത് കേൾക്കാൻ ഞാൻ റെഡി അല്ല. ഓക്കെ, ഇത് വാപ്പ ഇങ്ങനെ ചെയ്യാറില്ലല്ലോ, പിന്നെ എവിടെ നിന്ന് കണ്ടുപിടിച്ച്? അങ്ങനെ മറക്കരുത്. മാത്രമല്ല, ദാമ്പത്യ ജീവിതത്തിൽ ടവൽ കട്ടലിടുന്ന മാത്രമല്ല, മാനസികമായോ ശാരീരികമായോ ഒന്നും കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ പാടില്ല. അറിയാലോ? ഇനി അങ്ങനെ മോൻ പീഡിപ്പിച്ച ഞാൻ ആ പെൺകുട്ടിയുടെ സൈഡേ മാത്രമേ നിൽക്കൂ. അതിപ്പോഴേ ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. പിന്നെ പെൺകുട്ടി നിന്നെ പീഡിപ്പിച്ചാൽ നിന്റെ സൈഡേ നിൽക്കുള്ളൂ. അപ്പൊ ഈ പീഡനമൊന്നും ഒരു സൈഡല്ല. പക്ഷേ എൻ്റെ മോൻ എന്നെ ചീത്ത കേൾപ്പിക്കാൻ വേണ്ടി മാനസിക ശാരീരികം ടവൽ ഇവിടെ ഇടുക അങ്ങനത്തെ ഒരു അനാവശ്യങ്ങളും ചെയ്യാൻ പാടില്ല. നീ ദാമ്പത്യ ജീവിതമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി മേലെ ഇങ്ങനെ കണ്ട എന്റെ വിധം ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ.